നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളൊക്കെ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഈ പെറ്റ നാടിനെ അമ്മയ്ക്ക് തുല്യമായിട്ടാണ് നമ്മളെല്ലാവരും കാണാറ്. അതുകൊണ്ടാണ് ഓരോ സംഘപ്രവർത്തകനും ഓരോ BJP പ്രവർത്തകനും ഭാരത് മാതാ കീ ജയ് എന്ന് എപ്പോഴും ഉച്ചത്തിൽ മുഴക്കുക. പക്ഷേ അമ്മയെയും പെങ്ങളെയും മകളെയും തിരിച്ചറിയാൻ പറ്റാത്ത ചില വർഗങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അമ്മയ്ക്ക് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ ഭാരതാംബ എന്നുള്ളത്, ഈ ഭാരതാംബ ഏതൊരു കൺസെപ്റ്റിലാണോ നമ്മൾ ഉപയോഗിക്കാറ്, ആ ഭാരതാംബയുടെ കഴുത്ത് വെട്ടിക്കൊണ്ട് ആ ഒരു കുഞ്ഞു മക്കൾ പോലും ആ ഒരു സംസ്കാരത്തിലേക്ക് മാറുക, അത് മുസ്ലിങ്ങളായി മാറുക എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അതിന്റെ അപകടം എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ ഇത് പറയുന്ന സമയത്ത് ഇവൻ വീണ്ടും രാവിലെ മുതൽ തുടങ്ങിയല്ലോ എന്ന് നമ്മുടെ ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള ജിഹാദികളും, പിന്നെയോ ഞമ്മൻ വലിയ മതേതരനാണ്, ഞമ്മന്റെ ആൾക്കാർക്ക് ഇല്ലാത്തതിനേക്കാൾ കൂടിയ വലിയ മതേതരാണ് കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഇവിടെ കമന്റ് ഇട്ട് മെഴുകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ ഇവർ ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണ് ഞാൻ ഇതെല്ലാം പറയാൻ കാരണം എന്നുള്ളത്, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഭയാനകമായിട്ടുള്ള ദൃശ്യമുണ്ട്. ഇത് നമ്മൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അല്ലെങ്കിൽ ഒട്ടേറെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ കാണും. അന്യമതസ്ഥരോട് ആചാര അനുഷ്ഠാനങ്ങളോട് ഈ മുസ്ലിങ്ങളുടെ പെരുമാറ്റം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത് കേരളമാണ് ഇവിടെ അതൊന്നും നടക്കൂല എന്ന് പറയുന്ന ഈ അൽ കേരളം ഇന്നിപ്പോൾ ഇസ്ലാമികൾ കൈയടക്കിയ, ഇസ്ലാമി ഭീകരവർഗം കൈയടക്കിയ, അതല്ലെങ്കിൽ ISIS അൽ ഖ്വയ്ദ പോലുള്ള കൊടും മുസ്ലിം ഭീകരന്മാർ, ഹമാസ് പോലുള്ള കൊടും മുസ്ലിം ഭീകരന്മാർ, ഇവർ കൈയടക്കിയ ഈ കേരളത്തിന്റെ അവസ്ഥ, ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ അമ്മയെയും പെങ്ങളെയും ഒക്കെ ഇവരെന്താണ് കാണിക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ജനൻ TV പുറത്തുവിട്ട ഒരു വാർത്തയുടെ ശകലം വീഡിയോയുടെ ഭാഗം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഭാരതമാതാവിന്റെ ചിത്രം വികൃതമാക്കുന്ന ദൃശ്യങ്ങളാണിവ. ഞായറാഴ്ച രാത്രി തിരുവനന്തപുരം ആറ്റുകാൽ പരുത്തിക്കുഴി അമ്മച്ചിമുക്കിലാണ് സംഭവം. സുന്നി മതപഠന വിദ്യാർത്ഥികളുടെ വേഷം ധരിച്ച 3 പേർ. ദൃശ്യങ്ങൾ കണ്ടാൽ പൂർത്തിയായോ എന്ന് തന്നെ സംശയം. ഇനി ആ ജിഹാദി പോകുന്നത് കാണാം. ഫ്ലെക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രത്തോടാണ് അധിക്ഷേപം. ഈ വാർത്ത എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു കൂട്ടം മുസ്ലിം മതപഠന വിദ്യാർത്ഥികൾ എന്ന് നമ്മൾക്ക് ഇവരെ തിരിച്ചറിയാൻ പെട്ടെന്നുണ്ട്. ഒന്നെങ്കിൽ ഈ വട്ടത്തൊപ്പി ഉണ്ടായിരിക്കും, പിന്നെ ആ വെള്ളിയുള്ള മറ്റേ അറബികളൊക്കെ ഇടുന്ന വേഷഭൂഷം. സ്വന്തമായിട്ട് ഒരു സിസ്റ്റം ഒന്നും ഇല്ലല്ലോ, ഒക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും മോട്ടിച്ചെടുത്തതായതുകൊണ്ട് ആ ദേശത്തും ഈ ദേശത്തും കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അൽ കേരളത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു സിസ്റ്റം. അത്തരത്തിൽ ഈ അറബി വേഷം ഇട്ടുകൊണ്ട് ഈ വെള്ളി ഇട്ടുള്ള തലയത്ത് കെട്ടിയിട്ടുള്ള ഇവർ ആറ്റുകാലിൽ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു ഫ്ലെക്സ് ബോർഡിനോടാണ് ഇവരുടെ അതിക്രമം എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ ഇവരുടെ മുൻപിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ പോലും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇവർ കാണിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഇവന്റെയൊക്കെ ആ ഒരു കാഫിർ വിഭാഗത്തിൽ പെട്ടതായാൽ മാത്രം മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലേക്ക് ഇത് കേരളമാണെന്ന് വാഴ്ത്തുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിന്റെ അവസ്ഥയും എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭയത്തോടെ മാത്രമേ നമുക്ക് വീക്ഷിക്കാനാവുകയുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശശികല ടീച്ചറുടെ ഒരു പ്രതികരണമുണ്ട്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. അതൊന്ന് കേട്ട് നോക്കാം നമുക്ക്. ഇവിടെ നമുക്കത് ഇങ്ങനൊരു വാർത്ത നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വാർത്തയാണ് ഇതൊക്കെ സംഭവിക്കുമെന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയൊക്കെ വാക്കുകൾ പോലെ ഇത് കേരളമാണ് എന്നുള്ളൊരു ചെറിയൊരു വിശ്വാസം, ഒരു ആശ്വാസമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയിരുന്നു പലരും. പക്ഷെ ഇത് കണ്ടപ്പോ വളരെ ദുഃഖമാണോ ഭയമാണോ ആശങ്കയാണോ തോന്നുന്നത് എന്ന് പറയാൻ വയ്യ. കാരണം വിദ്യാർത്ഥികളാണ് അവര്. ആ വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യണമെങ്കിൽ നമ്മൾ ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് അവരെ അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണോ നോക്കണം. അവരെ അതിലേക്ക് നയിച്ച സാഹചര്യം തീർച്ചയായും അവരുടെ മതപഠനമാണ്. ആ കൃത്യമായ മതവേഷത്തോട് കൂടിയിട്ടുള്ളവരാണ്, അത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പൊ അവരെ നയിച്ചത് മതപഠനമാണ്. നമ്മൾ വളരെ കാര്യമായി ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചില വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്ത വളരെ ഗൗരവമായ ചർച്ച ചെയ്ത ഒന്നായിരുന്നു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഹലാല്. അതേപോലെ തന്നെ ഇപ്പൊ വഖഫ് ബോർഡ്. ഇതേപോലെ ഗൗരവം കൊടുത്തുകൊണ്ട് ഈ മതപഠനത്തെ വളരെ കാര്യമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു സമയം വൈകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഈ മനസ്സുമായി വളർന്നു വരുന്ന ഈ കുട്ടികള് നാളെ ഈ രാഷ്ട്രത്തോട് എന്തായിരിക്കും ചെയ്യുക? ഇവിടെ അവരോടൊപ്പം താമസിക്കുന്ന ഇതര മതസ്ഥരോട് എന്തായിരിക്കും ചെയ്യുക? വളരെ വർഷങ്ങൾ
വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രൈമറി ടീച്ചർ ആയിരുന്ന ആദ്യകാലത്ത് എന്നെ വളരെ സ്നേഹമുള്ള ഒരു കുട്ടി, എന്നെ നല്ല ഇഷ്ടമുള്ള ഒരു കുട്ടി എന്നോട് വളരെ വിഷമത്തോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ നിങ്ങൾ എന്തിനാ ഈ മതത്തിൽ ജനിച്ചെന്ന്. ഞാൻ ചോദിച്ചു അതുകൊണ്ട് എന്താ കുഴപ്പം കുട്ടി ചോദിച്ചു. അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, അതാ എന്റെ വിഷമം. അതൊരു ചെറിയ കുട്ടി, 5ാം ക്ലാസ്സിലെ കുട്ടിയാണ്. 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ വിഷമം അവന്റെ പ്രിയപ്പെട്ട ടീച്ചർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ തന്നെ കുട്ടിയുടെ മനസ്സിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വേറിട്ടൊരു ചിന്താഗതിയാണ്. ഈ ചിന്താഗതിയുമായി വളർന്നു വരുന്ന കുട്ടികൾ ഈ രാഷ്ട്രത്തിനും ഇവിടെയുള്ള പൊതുജീവിതത്തിലൊക്കെ എത്രമാത്രം അപകടമാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന മാത്രമാണ്. ഇപ്പൊ ഇത് നമ്മുടെ കണ്ണുപെട്ടതുണ്ട്, കണ്ണുപെടാത്ത എത്രയുണ്ടായിരിക്കും, ധാരാളം നടക്കുന്നുണ്ടാകും. അപ്പൊ അവർ ഉള്ളിൽ എത്രമാത്രം ഒരു വികൃതമായ ചിന്താഗതിയുമായിട്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പൊ തീർച്ചയായും മതപഠനം ഗൗരവമായൊരു വിഷയമാക്കി എടുക്കാൻ ഇതൊരു കാരണമാകണം. മതം പഠിപ്പിക്കേണ്ട എന്നാരും പറയുന്നില്ല, പക്ഷെ ആ മതം പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഇതര മതസ്ഥർക്കും സ്വന്തം രാഷ്ട്രത്തിനോടും വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായി തന്നെ അത് ഒഴിവാക്കിയേ മതപഠനമാകാവൂ. അപ്പൊ മതപഠനത്തിന്റെ സിലബസ് അത് വളരെ കൃത്യമായി എല്ലാ മതവിഭാഗങ്ങളുടെയും മതപഠനത്തിന്റെ എല്ലാ മതസ്ഥരും ഉൾപ്പെടുന്ന ഒരു സംവിധാനം ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് എന്ത് പഠിപ്പിക്കണം എന്ന് ചിന്തിച്ച് അത് മാത്രമേ പഠിപ്പിക്കാൻ അനുവദിക്കാവൂ. അതല്ലാതെ നിർബന്ധം പിടിക്കുന്നെങ്കിൽ പഠിപ്പിക്കേണ്ട എന്ന് തന്നെ വെക്കണം. ചില കാര്യങ്ങൾ നമ്മൾ അറുത്തു മുറിച്ച് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് ക്യാൻസർ ബാധിച്ച ഒരു അവയവം എത്രമാത്രം പ്രിയപ്പെട്ടതാണെങ്കിലും മുറിച്ച് മാറ്റേണ്ടി വന്നാൽ മുറിച്ച് മാറ്റേണ്ടി വരും. അപ്പോ അത് എത്ര ഗൗരവത്തോടു കൂടി പറയണമോ ഈ മതപഠനം ശുദ്ധീകരിക്കേണ്ടതിന്റെ കാര്യം. കാരണം ബോധമുറയ്ക്കാത്ത പ്രായത്തിലാണ് നമ്മൾ കുട്ടികളെ അവിടേക്ക് പറഞ്ഞു വിടുന്നത്. നമ്മളൊരു LP പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ എത്ര വിദ്യാഭ്യാസ വിചക്ഷണന്മാരും സൈക്കോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും ഒക്കെ ഇരുന്നല്ലേ ഒരു LP പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്. എന്തുകൊണ്ട്? അവർ നാളെ വളർന്നു വരുന്ന പൗരന്മാരാണ്, അവരിലേക്ക് ചില വ്യക്തമായ സന്ദേശങ്ങൾ കിട്ടിയിരിക്കണം എന്ന നിലയ്ക്കല്ലേ ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്. അതേസമയം അതിനു മുൻപ് ചെന്നിരുന്ന് കുട്ടികൾ അതിരാവിലെ നമ്മൾ ഏറ്റവും പഠിപ്പിക്കുന്നത് തലയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന അതിരാവിലെ കുട്ടികളെ പറഞ്ഞു വിട്ട് ഇത്തരത്തിലുള്ള അന്യമത വിരോധവും രാഷ്ട്രവിരോധവുമാണ് പഠിപ്പിക്കുന്നെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മൾ ഈ LP പാഠ്യപദ്ധതിയെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ പഠന രീതികളെ പറ്റി ഗൗരവമായി ചിന്തിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇതിനെ നമുക്ക് രാഷ്ട്രത്തിനെ നിയന്ത്രിക്കാൻ സാധിച്ചേ മതിയാകൂ. ഇത് അതിനൊരു നിമിത്തമാകട്ടെ. ഈ ചിത്രം കിട്ടിയത് തീർച്ചയായും അതിനൊരു നിമിത്തമാകട്ടെ. കേരളത്തിൽ ഗൗരവമായ ചർച്ച ഇതിനെ നടക്കണം. കേരളത്തിലെന്നല്ല, ശരിക്കും ഭാരതത്തിൽ മുഴുവൻ തന്നെ മതപഠനം നിയന്ത്രിക്കണം. നിരോധിക്കണം എന്ന് പറയുന്നില്ല, മതപഠനം നിയന്ത്രിക്കണം. എല്ലാ മതസ്ഥരും ഉൾപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണന്മാരുൾപ്പെട്ട ഒരു ബോർഡ് അംഗീകരിക്കാത്ത ഒരു പാഠ്യപദ്ധതിയും ഇതുപോലെ മതപഠനത്തിന് അനുവദിക്കരുത്. അത് കർശനമായി തന്നെ നിയന്ത്രിക്കണം എന്നതിന്റെ സൂചനയാണ് ഈ പറയുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരു കാര്യം ഇപ്പോൾ നോട്ട് ചെയ്ത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നോട്ട് ചെയ്യുന്നത്, ഇത് ഒരു പക്ഷേ പെട്ടെന്ന് അവർക്കുണ്ടായ ഒരു പ്രകോപനത്തിൽ സംഭവിച്ചതല്ല. അങ്ങനെയെങ്കിൽ അവരുടെ കയ്യിൽ കത്തി ഉണ്ടാകുമോ? ഇതിൽ ആസൂത്രണം കാണുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ആശങ്കയേറുന്നത്. എന്താണെങ്കിലും പെട്ടെന്നുള്ള പ്രകോപനമാണെങ്കിൽ അവരുടെ മനസ്സത്രയും വികൃതമാക്കപ്പെട്ടിരിക്കുന്നു തലച്ചോ. ഇനി ഇത് പെട്ടെന്നുള്ളതല്ല താനും. അങ്ങനെ കത്തിയുമായി നടക്കുന്നവരെ ക്രിമിനലുകളാണോ ഇവരെ ഗുണ്ടായിസമാണോ പഠിപ്പിക്കുന്നത്? അപ്പൊ അത് ആസൂത്രിതമായി വന്നത് തന്നെയാണ്. വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയം തന്നെയാണത്. പക്ഷെ ഈ കുട്ടികളിലേക്ക് മാത്രമായിട്ട് അത് കേന്ദ്രീകരിക്കരുത്. ഈ കുട്ടികളെ ഒന്നുകിൽ ഇതിന് പറഞ്ഞയച്ചവരോ അല്ലെങ്കിൽ ആ കുട്ടികളെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്തവരോ അതിനെപ്പറ്റി വളരെ കാര്യമായ ചർച്ച നടക്കണം. ഇതൊരു നിമിത്തമായിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മതപഠനത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കണം. അരുതാത്ത ഒരു കാര്യവും ഇവിടെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകരുത്. ഈ കേസ് വളരെ ഗൗരവമായി തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അന്വേഷിച്ചാൽ ഇത്, കാരണം മതേതരത്വവും വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് ഇത് എവിടെ എത്തില്ല. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസികൾ തന്നെ ഈ കേസ് അന്വേഷിക്കുകയും കുറ്റക്കാരെ വളരെ കൃത്യമായി തന്നെ ശിക്ഷിക്കുകയും വേണം. ടീച്ചർ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഈ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതും ആശങ്ക ഉളവാക്കുന്നതുമാണ് എന്നുള്ളത്. കാരണം പ്രധാനമായും അതിന് ചൂണ്ടിക്കാട്ടിയത് ഇത് വിദ്യാർത്ഥികളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവരെ ഇതിലേക്ക് നയിക്കുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇവരെ ഇത് പറഞ്ഞു പഠിപ്പിക്കുന്ന മറ്റുള്ളവരുടെ ഒരു സാഹചര്യം, അവരുടെ സമ്മർദ്ദം, ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് അടുത്ത തലമുറ എന്തുമാത്രം ഇത്തരം കാര്യങ്ങളിൽ വൈകൃതമായ ചിന്താഗതി വച്ചു പുലർത്തുന്നു എന്നുള്ളതാണ്. തന്നെയാണ് ഭയവും ആശങ്കയും എന്ന് പറഞ്ഞത്. ഏതെങ്കിലും 2 കുട്ടികൾ വന്ന് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് ആ കുട്ടികളുടെ മാത്രം തകരാറായിട്ട് നമുക്ക് കണക്കാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ സന്ദേശമാണ് എന്ന് മനസ്സിലാക്കാമായിരുന്നു. ഇത് വളരെ കൃത്യമായി ഓർഗനൈസ്ഡ് ആയ ഒരു മതവിദ്യാർത്ഥികളാണ് ചെയ്തത്. വളരെ കൃത്യമായി ഒരു ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. ഏതെങ്കിലും 2 കുട്ടികൾ വന്ന് ചെയ്തതായിരുന്നു നമുക്ക് മനസ്സിലാക്കരുത്. കൃത്യമായി ആ മതവേഷത്തിൽ നടക്കുന്നവര്, അപ്പൊ അവര് പഠിപ്പിച്ച അല്ലെങ്കിൽ അവരെ അത്തരത്തിലാക്കിയ സംവിധാനത്തെ തന്നെയാണ് ഇവിടെ ശുദ്ധീകരിക്കേണ്ടത്. വരും ക്രിമിനലുകളെ ഇപ്പൊ ഒരാളെ കുത്തിക്കൊണ്ട് നമുക്ക് ആ ക്രിമിനലിനെ ശിക്ഷിച്ചാൽ മതി, വ്യവസ്ഥിതിയെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവരിങ്ങനെ ആക്കിയെടുത്ത വ്യവസ്ഥിതിയെ പറ്റി തന്നെ ചിന്തിക്കണം. ഇതിന് കുറ്റവാളികൾ ഒരിക്കലും കുട്ടികളല്ല. കാരണം കുട്ടികൾ ക്ലീൻ സ്ലേറ്റ് ആണ്. നമ്മൾ എന്താണോ എഴുതുന്നത് അതാണ് അവരിൽ കാണുക. അവര് ബോധമുറയ്ക്കാത്ത പ്രായം തൊട്ട് അവരിൽ എഴുതി വെച്ച വർഗീയതയും അന്യമത വിദ്വേഷവും വിരോധവും അതാണിപ്പോ അവരിലൂടെ പ്രതിഫലിച്ചത്.
നാൾക്ക് നാൾ കൂടുകയുള്ളൂ. കാരണം വളരെ കുട്ടിയിൽ കൊടുത്ത വളമാണത്. അത് നാൾക്ക് നാൾ കൂടുകയുള്ളൂ. അത് കുറയ്ക്കാൻ മറ്റൊരു സംവിധാനത്തിന് സാധിക്കില്ല. ഇത് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കേരള സർക്കാർ വളരെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഓപ്പറേഷൻ PGN എന്ന പേരിൽ ഡീറാഡിക്കലൈസേഷൻ നടപ്പിലാക്കിയെന്നൊക്കെ പറയുന്നു. അപ്പോ ഇത് എല്ലാം ആയിട്ട് രോഗമായിട്ട് ചികിത്സിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. ഇവര് ഡീറാഡിക്കലൈസേഷൻ എല്ലാം തലയിൽ കയറിയതിനു ശേഷമുള്ള ഡീറാഡിക്കലൈസേഷൻ അല്ല വേണ്ടത്. അവരെ ആരാണോ ഈ രൂപത്തിൽ ഫ്രെയിം ചെയ്യുന്നത് അവിടെ ചിന്തിക്കണം, അവിടെ തടയിടാൻ സാധിക്കണം. മതപഠനത്തിന് കൃത്യമായ നിയന്ത്രണം, അത് വളരെ കാര്യമായി തന്നെ ഗൗരവമായ ഒരു വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. അത് നേടും വരെ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും അത് നേടും വരെ ഭരണകൂടങ്ങളെ അതിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയും വേണം. ടീച്ചർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ നിലവിൽ ഈ സംഭവത്തിൽ പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുന്ന തരത്തിൽ തന്നെ ആയിരിക്കണം ഈ അന്വേഷണ പുരോഗതി എന്ന് ടീച്ചർ ആശിക്കുന്നില്ലേ? തീർച്ചയായും അതേപോലെ തന്നെ ആയിരിക്കണം അന്വേഷണ അത് നടന്നിട്ടില്ല എങ്കിൽ ഇതിന് കൃത്യമായൊരു ശിക്ഷയിലേക്ക് അത് എത്തിയില്ല, മതേതരത്വത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അത് ഏതെങ്കിലും വിധത്തിൽ ഈ കേസ് തളർത്തിയിട്ടു എങ്കിൽ അത് ഇനിയും ഇതുപോലുള്ള ക്രിമിനലുകൾ വളർന്നു വരാൻ കൂടുതൽ സഹായകമാകും. അതുകൊണ്ട് തീർച്ചയായും അതിന് വേണ്ടുന്ന കർശനമായ നിയന്ത്രണം അല്ലെങ്കിൽ കാര്യമായ വിധത്തിൽ തന്നെ അത് അന്വേഷണം നടക്കണം. ഒരിക്കലും രാഷ്ട്രീയക്കാർക്കിതിൽ കയറി സ്വജനപക്ഷപാതം അല്ലെങ്കിൽ അവരുടേതായ പക്ഷപാതിത്വം കാണിക്കാനുള്ള ഒരു അവസരം ഒരിക്കലും ഉണ്ടാകരുത്. അതാണ് പറയാനുള്ളത്. നോക്കൂ, കൃത്യമായിട്ടും ഇത് ഈ വിഭാഗം ചെയ്തു, മുസ്ലിങ്ങൾ ചെയ്തു എന്ന് തന്നെ. അതായത് മുസ്ലിം മതപഠന വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തത്. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതായത് ഇപ്പോൾ മുസ്ലിങ്ങൾ നമുക്കറിയാം, ഏകദേശം 1 കിലോമീറ്റർ നോക്കിയാൽ തന്നെ ഇവന്മാർക്ക് സുന്നി, മുജാഹിദ്, മറ്റത് തേങ്ങ, മാങ്ങ എന്ന് പറഞ്ഞ ഒരുപാട് പള്ളികളും ഒരുപാട് മദ്രസകളും ഒക്കെ ഉള്ള അവസ്ഥ നമുക്കറിയാം. ഇതിലേതെങ്കിലും ഒരു പള്ളിയുടെ മുൻപിൽ വെച്ചൊരു ബോർഡോ അതല്ലെങ്കിൽ വേണ്ട ഇവരുടെ നബിദിനത്തിന്റെ എന്തെങ്കിലും ഒരു ഫ്ലെക്സ്, ഈ ഫ്ലെക്സ് ഒരു ഹിന്ദു മതപഠന വിദ്യാർത്ഥി, അതിന് ഹിന്ദു മതപഠന വിദ്യാർത്ഥികളെ കാണാൻ കഴിയില്ല. കാരണം ഹിന്ദു മതം പഠിച്ചു കഴിഞ്ഞാൽ അത് വർഗീയതയാണ്, മുസ്ലിമും ക്രിസ്ത്യാനിയും മതം പഠിച്ചു കഴിഞ്ഞാൽ അത് മതേതരമാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ കേരളത്തിലെ പോക്ക്. അതുകൊണ്ട് തന്നെ ഹിന്ദു കുട്ടികൾ എത്രത്തോളം വഴിപിഴച്ച് പോകുന്നു, അതിനുശേഷം അവരുടെ ബാല്യം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുമ്പോൾ അവർ എത്രത്തോളം നശിക്കുന്നു, അതിനുശേഷം അവർ വിവാഹ ജീവിതത്തിൽ എത്താതെ പോകുന്നു, എത്തുന്നവർ അവരുടെ തല്ലിപ്പിരിയുന്ന രീതിയിലേക്ക്, അതൊക്കെ അവരുടെ ബേസിക് ആയിട്ട് അവർക്ക് കൃത്യമായിട്ട് ആ സംസ്കാരം പകരാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് എന്തായാലും ഉത്തരമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ഇത് ഇത്തരത്തിലായിരുന്നെങ്കിൽ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഉള്ള 2 കുട്ടികൾ ആയിരുന്നു, കുട്ടികൾ എന്നിവരെ പറയാനും പറ്റില്ല, കാരണം പോത്തോളം വലിപ്പമുണ്ട്, എന്തായാലും പ്രായപൂർത്തിയുള്ള ആളുകൾ തന്നെയാണ്, കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾക്കറിയാം ഇവന്റെയൊക്കെ ഹുദാമിയോ കാസിമി എന്തൊക്കെ കുണാണ്ടർ പഠിക്കുന്ന ഒരുപാട് വിഭാഗമുണ്ട് ഇവർക്ക്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾക്കറിയാം ഇപ്പോ SLC പ്ലസ് ഇപ്പൊ SLC കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം +2 അതല്ലെങ്കിൽ പണ്ട് കാലത്ത് പ്രീ ഡിഗ്രിയാണ്. ഈ +2 പ്രീ ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് എന്താ ഡിഗ്രിക്ക് പോവാം. ഈ ഡിഗ്രി കഴിഞ്ഞാൽ PG അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇവരുടേത് ഈ 10ാം തരം കഴിഞ്ഞ് വേറൊരു പേരിലാണ് അറിയപ്പെടാം. ആ വേറൊരു പേരിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലെ വേറൊരു പേര്, അങ്ങനെ ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള കോഴ്സുകൾ പോലും അതല്ലെങ്കിൽ PGക്കും അതിന് മുകളിലുമുള്ള PhDക്ക് വരെ തുല്യമായുള്ള കോഴ്സുകൾ ഇവന്റെ ഈ മതം പഠനത്തിലുണ്ട്. ഈ മതം പഠനം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ വിശുദ്ധ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ എഴുതിയിട്ടുള്ള ഈ സകലമാന അന്യമത വിദ്വേഷം അതല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യവിരോധം, എങ്ങനെ ഞമ്മന്റെ ആളുകൾ മാത്രമായി മാറി ഞമ്മന്റെ രാജ്യം സ്ഥാപിക്കാമെന്നുള്ള ഇത്രയ്ക്കും വിദ്വേഷം പഠിപ്പിക്കുന്ന മറ്റൊരു മതത്തെ ഈ ലോകത്ത് കാണാനാവില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താനും ആവില്ല. അത്തരത്തിൽ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിട്ടുള്ള ഒരു കുട്ടി ഇത്തരത്തിൽ ഇവരുടെ ഒരു ഫ്ലെക്സ് ആയിരുന്നു ചെയ്തതെങ്കിലും ഈ നാട് കത്തില്ലായിരുന്നു. അപ്പോൾ ഇവർ ആരും പറയില്ലല്ലോ ഒറ്റപ്പെട്ട സംഭവമാണ് ഇത്, ആറ്റുകാലിൽ മാത്രം നടന്ന കുറച്ച് കുട്ടികൾ ചെയ്ത സംഭവമാണെന്ന് ആരും ലഘൂകരിക്കില്ലല്ലോ. അപ്പോഴെന്തായി മാറും? ഇതാ ഏതൊരു ഇപ്പൊ സത്യം വിളിച്ചു പറയുന്ന ആരും ഇപ്പോൾ സംഘം RSS കാരനായി മാറ്റുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ ആയിട്ടുള്ള അതല്ലെങ്കിൽ അവതാരകനായിട്ടുള്ള അഭിലാഷിനെ പോലും ഈ വഖഫ് വിഷയത്തിൽ സത്യം വിളിച്ചു പറഞ്ഞത് മുതൽ RSS കാരനാക്കിയത് നമ്മൾ കണ്ടതാ. അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മളൊക്കെ. കാരണം സത്യവും ധർമ്മവും വിളിച്ചു പറയുന്ന ആളുകൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ വസ്തുതകൾ വിളിച്ചു പറയുന്ന ആളുകൾ സംഘ BJP ചാണകം സംഘി എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ അഭിമാനം തന്നെയാണ്. അത്തരത്തിലൊരു കുട്ടിയായിരുന്നു, ഹിന്ദു ക്രിസ്ത്യൻ കുട്ടിയായിരുന്നു ചെയ്തെങ്കിൽ ആ കുട്ടിയെ RSS കാരനാക്കി ആ കുട്ടിയെ ഇവിടെ വധിക്കുന്ന തലത്തിലേക്ക് വരെ എത്തുമായിരുന്നില്ലേ? അത് തന്നെയല്ലേ ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസറായിരുന്ന അധ്യാപകനായിരുന്ന ജോസഫ് മാഷോട് ഇവർ ചെയ്തത്? മമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹം തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ
ഒരു പേര് കടന്നു വന്നു എന്ന് മാത്രമാണ്. അദ്ദേഹത്തിന്റെ കൈകാലുകൾ എതിർദിശയിൽ വെട്ടാനും, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മുഴം കയറിൽ തോർത്തുമുണ്ടിൽ തൂങ്ങി മരിക്കാനും, അദ്ദേഹത്തിന്റെ മകനെ പോലും കോടിയേരി ബാലകൃഷ്ണനായിരുന്ന സമയത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലെ പോലീസുകാർ ബലമായി പിടിച്ചുകൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ച് ആർക്ക് വേണ്ടിയിട്ടാ? ഈ ഇസ്ലാമിക ഭീകരന്മാർക്ക് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഈ അധ്യാപകനെ പിടികൂടി പ്രഷർ ചെലുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കീഴടങ്ങാനും അതല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കാനും വേണ്ടി. അത്തരത്തിൽ ഏറ്റവും കൊടിയ പീഡനങ്ങൾ, ക്രൂരതകൾ നടത്തിയതും പിണറായി വിജയൻ ഭരിക്കുന്ന അതല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഈ ചങ്ങാതി കോടിയേരി ബാലകൃഷ്ണന്റെ ഈ സമയത്ത് തന്നെയായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ നടന്ന ഈ ഒരു സംഭവം ഇതിനെ ലഘൂകരിച്ച് എന്തായാലും ഞമ്മന്റെ ഭരണവർഗവും പോലീസും കൊണ്ടുവരും. പോലീസിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾക്കറിയാം, ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലീസിനെ മാറ്റിയെടുത്തത് ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടുള്ള ഇക്കൂട്ടർ തന്നെയാണ്. ഇനി ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നതിന് മുൻപ് നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് എന്റെ അനുഭവം തന്നെയുണ്ട്. പല വീട്ടമ്മമാരും, കാരണം പല അമ്മമാരും ഭയത്തോടു കൂടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമ്മുടെ പ്രാദേശികമായിട്ടോ അതല്ലെങ്കിൽ ഒട്ടേറെ നാടുകളിലുള്ള അമ്മമാർ പറയാറുണ്ട്. ഞാൻ ഈ മദ്രസ പഠനവും ഈ മദ്രസകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട്. അത്തരത്തിൽ പല അമ്മമാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തെന്നറിയാമോ? ഈ മദ്രസയിൽ പഠനം കഴിഞ്ഞു വരുന്ന കുട്ടികൾ ഒരു ഹിന്ദുവിനോട്, അതായത് നമുക്കറിയാം നെറ്റിയിൽ കൂടി തൊട്ട ഹിന്ദു സ്ത്രീകളായാലും അമ്മമാരായാലും ഏത് യുവതികളായാലും കുട്ടികളായാലും അവരെയൊക്കെ ഒരു ശത്രുവിനെ പോലെയാണ് നോക്കുക. ഇവരോട് മിണ്ടിക്കഴിഞ്ഞാൽ മിണ്ടുക പോലും ഇല്ല. ഞങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെയൊക്കെ ഈ മദ്രസ കുട്ടികൾ പോകുമ്പോൾ ഇതാണ് ഞങ്ങളോട് പെരുമാറാറ് എന്ന് കൃത്യമായിട്ട് പല ക്രിസ്ത്യൻ ഹിന്ദു അമ്മമാരൊക്കെ വ്യക്തമാക്കാറുണ്ട്. അച്ഛന്മാര്, ആണുങ്ങൾ പിന്നെ ഒന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അമ്മമാർക്കാണല്ലോ കുട്ടികളെ കാണുമ്പോൾ അവരോട് സംസാരിക്കാനും ചിരിക്കാനൊക്കെ തോന്നാം. പക്ഷെ സംസാരിക്കാനും ചിരിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ മൈൻഡ് പോലും ചെയ്യാതെ ദുഷ്ടനെ, ഒരു എന്താ പറയാ, കൊല്ലപ്പെടേണ്ടവൻ എന്നാണല്ലോ ഇവർ പഠിപ്പിക്കുന്നത്. അന്യമതസ്ഥൻ, കാഫിറുകളൊക്കെ കൊല്ലപ്പെടേണ്ടവനാണ്, കൊന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നാണല്ലോ ബേസിക്കലി ഇവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവർ ഇത്തരത്തിൽ ദുഷ്ടതയോടുകൂടി നോക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു ക്രിസ്ത്യനോ ഇനിയിപ്പോ ഹിന്ദു മതം പഠിപ്പിക്കാൻ ഹിന്ദുവിന് ഇവിടെ അവകാശമില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ അവകാശമില്ല എന്ന് നമ്മൾക്കറിയാം. ഹിന്ദു മതം പഠിപ്പിക്കാൻ കുട്ടികളെ പഠിപ്പിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വർഗീയതയായി മാറും. അതിനൊരു സാഹചര്യം ഒരുക്കാൻ സർക്കാർ തയ്യാറുമല്ല. അത്തരത്തിൽ ഇനിയിപ്പോ ഹിന്ദുവും ക്രിസ്ത്യാനിയും പഠിപ്പിക്കുകയാണെന്ന് കരുതിയോ, ക്രിസ്ത്യാനി പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് സൺഡേ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, നമുക്കറിയാം. ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ രാജ്യദ്രോഹപരമായിട്ടോ അതല്ലെങ്കിൽ അന്യമതസ്ഥനെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലാനും അവന്റെ സ്ത്രീ ജനങ്ങളെ ബലാത്സംഗം ചെയ്യാനും അവരുടെ കുഞ്ഞു മക്കളെ പോലും നിനക്ക് അടിമകളാക്കാനും കാമം തീർക്കാനും ഉപയോഗിക്കാം എന്നുള്ളതോ വസ്തുവകകൾ നിനക്ക് എടുക്കാം എന്നുള്ളതോ അനുവദിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യനോ ഒരു ഹിന്ദു മതത്തിലോ പഠിപ്പിക്കില്ല. മറിച്ച് എന്താണ് പറയുക, നീ ഉണ്ടില്ലെങ്കിലും നിന്റെ അയൽക്കാരനെ ഊട്ടണം എന്നാണ് ക്രിസ്ത്യാനികൾ കുഞ്ഞു മക്കളെ പോലും പഠിപ്പിക്കാറ്. നിന്റെ കണ്ണീരൊപ്പം, നീ നിന്റെ അയൽപ്പക്കത്തുള്ളവന്റെ കണ്ണീര് ഒപ്പിയില്ലെങ്കിൽ നീ പിന്നെ എന്ത് വലിയ സുഖ സൗകര്യം ഉണ്ടായിട്ടും അനുഭവിച്ചിട്ടും കാര്യമില്ല എന്ന വലിയ സന്ദേശമാണ് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും കുഞ്ഞു മക്കളിലേക്ക് പകരുക. നിന്റെ പെറ്റ നാട് സ്വർഗത്തേക്കാൾ സുന്ദരം എന്നാണ് നമ്മൾ പഠിപ്പിക്കാറ്. നമ്മുടെ പെറ്റമ്മയാണ്. കാരണം അമ്മ എന്നുള്ള കൺസെപ്റ്റിനോടുള്ള ആ ഒരു വാത്സല്യം അതല്ലെങ്കിൽ ആ ഒരു കടപ്പാട്, ഉത്തരവാദിത്തം, ബഹുമാനം ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഭാരതത്തെ ഭാരതാംബയായിട്ട് നമ്മൾ വാഴ്ത്തുന്നത്. ആ അമ്മ എന്ന കൺസെപ്റ്റ് കാണുമ്പോൾ വരേണ്ട സ്നേഹം, ബഹുമാനം, ആദരം ഇതൊന്നുമില്ലാതെ തന്റെ പെറ്റ നാട്, തന്റെ അമ്മയുടെ കഴുത്ത് ഛേദിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ മതപഠനത്തിലൂടെ ഈ മുസ്ലിം കുട്ടികൾ മാറുന്നു എന്ന് പറയുമ്പോൾ അത് ഭയാനകം തന്നെയാണ്. നോക്കൂ, ഉത്തർപ്രദേശിനെയൊക്കെ കുറ്റം പറയുന്ന ആളുകളാണല്ലോ ഇവിടുത്തെ ഒട്ടുമിക്ക ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ. എന്നാൽ വിഭാഗങ്ങൾ മറ്റ് ഉത്തർപ്രദേശിനെ അനുകൂലിച്ച് അവിടുത്തെ സിസ്റ്റത്തെ അനുകൂലിച്ച് പറയുന്നവർ സംഘികളുമാണ്. ഉത്തർപ്രദേശും ഗുജറാത്തൊക്കെ പോയി സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും എന്താണ് കേരളവും അവിടങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. വികസനമായാലും മറ്റെന്ത് കാര്യമായി കഴിഞ്ഞാലും ഇനി വേണ്ട ഈ മുസ്ലിങ്ങളുടെ ഈ ഭീകരത വളരെ, ഇപ്പൊ കേരളത്തിൽ ഐസിസ് പോലുള്ള കൊടും ഭീകരന്മാരുടെ താവളമായി കേരളം മാറിയിട്ടുണ്ടല്ലോ. അത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിന് അഭിമാനത്തോടു കൂടി പൊക്കിപ്പിടിക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. അതാകെ കേരളത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് അവർക്ക് കൃത്യമായിട്ട് സിലബസ് അവിടുത്തെ സർക്കാർ പരിശോധിക്കും. മാത്രമല്ല എല്ലാ മദ്രസകളിലും അവരുടെ ആഴ്ചകൾ തോറുമുള്ള റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം. അവിടെയൊക്കെ CCTV അടക്കം ഫിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും അവിടുത്തെ ഭരണകൂടം അറിയണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ അവിടെ കൃത്യമായിട്ടും ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ വലിയ ഉത്തരമാണ്
ഈ കുട്ടികളെ, ഈ കുഞ്ഞു മക്കളെ കുഞ്ഞു പ്രായത്തിൽ നമുക്കറിയാം സ്കൂളിൽ പോലും വിടുന്നതിന് മുൻപ്, അതല്ലെങ്കിൽ ബാലവാടി പ്രൈമറി ക്ലാസ്സുകളിൽ വിടുന്നതിന് മുൻപ് തന്നെ ഈ കുഞ്ഞു മക്കളെ പുലർച്ചെ സമയത്ത് മദ്രസയിലേക്ക് അടിച്ചും കുത്തിയും പറഞ്ഞു വിടുക. ആ കുഞ്ഞു മക്കളെ എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ ഇവർ പറഞ്ഞു വിടുന്നതെന്ന് അറിയാമോ? ഏറ്റവും കുഞ്ഞു മക്കളിൽ ഏറ്റവും ബുദ്ധി ഉറയ്ക്കുന്ന ആ പുലർക്കാല സമയമുണ്ടല്ലോ, ഏറ്റവും ഏർലി മോർണിംഗ്, ആ ഏർലി മോർണിംഗ് തലയിലേക്ക് കുത്തിവെക്കുന്നത് ആ കുട്ടിയുടെ ജീവിതാവസാനം വരെ ഉണ്ടാവും. അങ്ങനെ കുത്തിവെക്കപ്പെടുന്നത് എന്താണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ കേരളത്തിൽ നടക്കുന്ന ഈ കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ തന്നെയാണ്, ഇവന്മാർ ചെയ്യുന്ന ഈ ദുഷ്ടത്തരമുണ്ടല്ലോ, അത് ഈ നാടിന് എത്രത്തോളം ദോഷമായിരിക്കും ഇനി വരാനിരിക്കുന്ന നാളുകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ തന്നെയാണ് യോഗി ആദിത്യനാഥ് ആണ് ശരി. അവര് ഇപ്പോ ഇവിടെ മദ്രസ അധ്യാപകന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതായി ബന്ധപ്പെട്ട് നമ്മുടെ കഴിഞ്ഞ പിണറായി വിജയന്റെ ടേമിലെ മന്ത്രിയായിരുന്ന KT ജലീൽ തന്നെ നിയമസഭയിൽ നടത്തിയ പ്രസംഗമൊക്കെ ഉണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർക്ക് വ്യത്യസ്ത ആനുകൂല്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഈ മദ്രസ അധ്യാപകന്മാർക്ക് കൊടുക്കുന്നത്. ഈ മദ്രസ അധ്യാപകന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ പോലും ആനുകൂല്യമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല വീട് വെക്കാനും വിദ്യാഭ്യാസത്തിനും എന്ന് വേണ്ട ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഈ പറയുന്ന തീവ്രവാദം പഠിപ്പിക്കുന്ന ഈ അധ്യാപകന്മാർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ ഇവിടെ വോട്ട് കുത്തി വിജയിപ്പിച്ചെടുത്ത 140 MLA-മാർ ആർക്ക് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ വഖഫ് വിഷയത്തിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അനാഥരാണ് എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താനാവില്ല. അവർക്ക് വേണ്ടി ആരും ശബ്ദിക്കാനില്ല എന്ന അവസ്ഥ വരുമ്പോൾ തന്നെയാണ് ഇവിടെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ചിന്തിക്കേണ്ടത്. അതിനാകെ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും മാറിയിട്ടില്ല. ഒരു പരിധിവരെ ക്രിസ്ത്യാനികൾ മാറിയിട്ടുണ്ട്, ഹിന്ദുവിന് ആ സംഭവമേ ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾക്കെതിരെ ഇത്തരത്തിൽ ഈ പറയുന്ന ഹിന്ദുവിന്റെ കാശും വാങ്ങി പുട്ടടിച്ച് തിന്ന് നക്കി ജീവിക്കുന്ന ഇത്തരത്തിലുള്ള മതപഠനം പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് ഹിന്ദുവിന്റെ തല തന്നെ തകർക്കുന്ന രീതിയിൽ അവരുടെ ഭൂതഗണങ്ങളായിട്ട് അതല്ലെങ്കിൽ ഇവന്റെയൊക്കെ ആ ഒരു ഭീകര വിഷജന്തുക്കളായിട്ട് ഈ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുന്നത് കാണുമ്പോൾ ആ കുഞ്ഞു മക്കളോട് അതല്ലെങ്കിൽ ഈ മുതിർന്നതിന് ശേഷം ഇങ്ങനെ ആ വിഷം ഉള്ളിലേക്ക് കുത്തിവെക്കപ്പെട്ട ആ തലമുറയോട് നമ്മൾക്കൊന്നും പറയാനില്ല. ഇവിടെ വേരിൽ കതിരിൽ വളമിട്ടിട്ട് കാര്യമില്ലല്ലോ. ഈ മുതിർന്ന ഈ കുട്ടികളോട് ഇനി നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവറ്റകൾ മാറാൻ പോകുന്നില്ല. പക്ഷെ ഇനിയെങ്കിലും കതിരിൽ വളമിട്ടുകൊണ്ട് ഈ കുഞ്ഞു മക്കളുടെ തലയിലേക്ക് ഈ വിഷം കുത്തിവെക്കുന്ന ഈ സിസ്റ്റം ഇവിടെ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേരളം എന്നോ കാശ്മീരിനെ അപ്പുറം കടന്നു കഴിഞ്ഞ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ പോലുള്ള കൊടും ഇസ്ലാമിക ഭീകര രാജ്യങ്ങളെക്കാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഈ സംസ്കാരം മാറി എന്നുള്ളത് നമ്മൾക്ക് അറിയാം. ഇനി അതിലും വലുതായിരിക്കാം. ഇന്നിപ്പോൾ ഫ്ലക്സ് ബോർഡിനോടാണ് ഇവർ ചെയ്തതെങ്കിൽ നാളെ ഇവർ തെരുവിൽ 1921 വാര്യംകുന്നൻ എന്ന് പറയുന്ന ഈ വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി ഇന്നത്തെ മുസ്ലിങ്ങളുടെയൊക്കെ ധീര ഹീറോയാണല്ലോ. അന്നത്തെ ആ ക്രൂരൻ 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ വെട്ടിക്കൂട്ടിയത് പകൽ വെളിച്ചത്തിലായിരുന്നു. ആ സിസ്റ്റത്തിലേക്ക് അന്നൂരിയ 1921 ഊരിയ വാളുകൾ ഞങ്ങൾ കടലിൽ ഒഴുക്കിയിട്ടില്ലെന്ന് മുദ്രാവാക്യം വിളിച്ച നീ കുന്തിരിക്കവും ഈ പറയുന്ന ചന്ദനത്തിരിയും കുന്തിരിക്കും ഒക്കെ കരുതി വെച്ചോ, അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ, നിന്റെയൊക്കെ കാലന്മാരായി ഞങ്ങൾ ഇവിടെ വരുന്നു എന്ന് മുദ്രാവാക്യം വിളിച്ച നാടാണിത്. അതായത് ഹിന്ദുവെ, ക്രിസ്ത്യാനി, നിന്നെയൊക്കെ തീർക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ 1921 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന കൊടുംഭീകരൻ ഈ വാര്യംകുന്നന്റെ പിൻതലമുറക്കാരാണ്. അയാൾ അന്ന് ഊരിയ വാളുണ്ടല്ലോ, അതായത് ഹിന്ദുവിനെയും കൊല്ലാൻ വേണ്ടി ഊരിയ വാളുണ്ടല്ലോ, അത് ഞങ്ങൾ അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ല. അത് ഇന്നും ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ വെട്ടാൻ തയ്യാറാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകളോട് ചെയ്യുന്നത് നാളെ നിന്റെ നേരെയായി മാറാനും വലിയ താമസമില്ല എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. പച്ചയ്ക്ക് പറയുന്ന നമ്മളെയൊക്കെ ട്രോളാനും നമ്മളെയൊക്കെ കുറ്റം പറയാനും കുറെ എണ്ണം ഇസ്ലാമിക ജിഹാദികളുടെ മുക്കാൽ നുണഞ്ഞുകൊണ്ട് രംഗത്ത് വരുമെന്ന് നമ്മൾക്കറിയാം. അതൊക്കെ അവന്റെയൊക്കെ വീട്ടിൽ കയറി ഇമാതിരി സാധനങ്ങൾ കയറുന്ന സമയത്ത് അന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ കോൺഗ്രസ് ാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മതേതരനാണ്, ഞമ്മന്റെ ആളാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരുടെ മുൻപിൽ നീ കാഫിർ തന്നെയാണ്, ഏകദൈവ വിശ്വാസി അല്ലാത്ത നീ കാഫിർ. മാത്രമല്ല പൊന്നാനിയിൽ പോയി ടിഷ്ക്യൂ നടത്താത്തവനാണ് നീ. അത്തരത്തിലുള്ള നിന്നെ ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് സത്യം വിളിച്ചു പറയുന്ന, ധർമ്മം വിളിച്ചു പറയുന്ന, യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളെ ട്രോളിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദികളുടെ മുക്കാൽ നുണഞ്ഞുകൊണ്ട് നീയൊക്കെ മുക്കാൽ ഉണ്ടാക്കിക്കോ. ആ മുക്കാൽ ഉണ്ടാക്കി നീയൊക്കെ നക്കാൻ കൊടുത്തോ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും
കുടുംബത്തിനും മക്കൾക്കും സഹോദരങ്ങൾക്കും അത് ഒരിക്കൽ നിനക്കതിന്റെ ആ ഒരു ഖേദം തിരിച്ചു വരും. ഒരിക്കൽ നിനക്കതിന്റെ തിരിച്ചടികൾ വരുമ്പോൾ അന്ന് കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. കാരണം അപ്പോഴേക്കും ബസ് അതല്ലെങ്കിൽ വണ്ടി സ്റ്റാൻഡ് വിട്ടിട്ടുണ്ടായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് രക്ഷ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് രക്ഷ RSS മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് രക്ഷ BJP മാത്രമേ ഉള്ളൂ എന്ന ബോധ്യം ഇനിയും വരാത്ത ഹിന്ദുവും ക്രിസ്ത്യാനിയും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് ഫ്ലക്സിനോടാണെങ്കിൽ നാളെ നിനക്ക് നേരെ പകൽ വെട്ടത്തിൽ അന്നൂരിയ വാളുകളുമായി കത്തികളുമായി കുന്തവുമായി ഇവർ രംഗത്ത് വരുമ്പോൾ നീ കിടന്ന് മോങ്ങുന്ന നാളുകൾ വിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.